എല്ലാവർക്കും പെസക ദിനത്തിന്റെ ആശംസകൾ. ഇന്ന് നമുക്ക് പെസക അപ്പവും പാലും എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. എല്ലാവർക്കും എന്റെ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പെസക അപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇത് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. ഇത് നല്ല ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. ഇത് ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇതിനി തണുക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉഴുന്ന് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ അതിനെ ഫൈൻ പൗഡറായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പം നാം ഒരു പ്ലേറ്റിൽ മാറ്റുവാണ്. ഇനി നമുക്ക് 1 കപ്പ് നാളികേരം അരിഞ്ഞെടുക്കാം. അതിൻ്റെ കൂടെ ജീരകപ്പൊടിയും പിന്നെ ഏലക്കാപ്പൊടിയും ഇട്ട് അരിച്ചെടുക്കാം. ഇത് ഒരു അപ്പച്ചമ്മ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി ചൂടാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെയൊക്കെ നാട്ടിൽ അപ്പച്ചമ്മനെ എന്താണ് വിളിക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്ത് പറയുക. ഇത് എൻ്റെ അമ്മയുടെ സെൻറ്റിമെൻ്റൽ അപ്പച്ചമ്പാണ്. കാരണം എൻ്റെ അമ്മയുടെ അപ്പ ഗിഫ്റ്റ് ചെയ്താണ്. പക്ഷേ ഇപ്പം അപ്പ ഇല്ല, അതുകൊണ്ടാണ് ഇത് കൂടുതൽ സെൻറ്റിമെൻ്റൽ ആയത്. ഇനി നമുക്കിത് ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്താലോ. ഇനി ഞാൻ ഇവിടെ എല്ലാം കൂടി മിക്സ് ആക്കാൻ എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ആദ്യം വലിയൊരു ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1/2 കപ്പ് ഉഴുന്ന് പൊടിച്ചത് എടുത്തുകൊണ്ട് 1 കപ്പ് നിറച്ചും നമ്മൾ അരിപ്പൊടി എടുക്കുക. പിന്നെ അരച്ചു വെച്ച നാളികേരവും പിന്നെ പാകത്തിന് ഉപ്പ്. പെസക ആയതുകൊണ്ട് നമുക്ക് ഒന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഉപ്പ് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക. അപ്പം നമുക്കെല്ലാം കൂടി ഇനി ഒരു ഗ്രൈൻഡറിലിടാം. ഇവിടെ ഞാനൊരു പ്ലേറ്റ്, സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ അതിന്റെ മുകളിലോട്ട് എണ്ണ പരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ബാറ്റർ ഇങ്ങനത്തെ പേസ്റ്റി കൺസിസ്റ്റൻസി ആയിരിക്കണം. ഈ അപ്പം എപ്പോഴും കട്ടി കുറച്ചത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനൊരു കട്ടി കുറവുള്ള പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇങ്ങനെ ഇതിനകത്ത് ഈ പ്ലേറ്റിനകത്തിട്ട് കൊടുത്ത് നല്ലപോലെ പരട്ടി കൊടുക്കാം. എന്നിട്ട് അതിന്റെ മുകളിലോട്ട് ഓശാനയിൽ കിട്ടിയിരിക്കുന്നത് കുരുത്തോല എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് വെക്കാം. നമുക്ക് കുരുത്തോല ഈ ഓശാനയിൽ കിട്ടിയിരിക്കുന്ന കുരുത്തോല ഞാനിവിടെ കുരിശായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പച്ചമ്പിന്റെ അകത്ത് വെച്ച് വേവിച്ചെടുക്കാം. അപ്പച്ചമ്പിന്റെ അകത്ത് ഞാനിത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പച്ചമ്പ് അടച്ചെടുക്കാം. അപ്പം വേഗുന്നവരെ നമുക്ക് പെസക പാൽ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി 1 കപ്പ് ശർക്കര പാനിയാക്കിയത് ഇവിടെ വെച്ചിട്ടുണ്ട്. നാളികേരത്തിന്റെ 2ാം പാല് 1 കപ്പ്. അപ്പത്തിന് ഉപയോഗിച്ച അതേ അരിപ്പൊടി 2 സ്പൂൺ എടുത്ത് നാളികേരത്തിന്റെ 2ാം പാലില് ഒരു കട്ടയും ഇല്ലാതെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി മിക്സ് ആക്കി വെക്കാം. അതുകൂടാതെ ഞാനിവിടെ ഏലക്കാപ്പൊടി, ജീരകം പൊടി പിന്നെ ചുക്കിന്റെ പൊടിയും എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എല്ലാം കൂടി ഇട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് കൈയെടുക്കാതെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇവിടെ ഞാൻ ഇനിയും ഒരു നേന്ത്രക്കായ ഇടുന്നുണ്ട്. എൻ്റെ അമ്മയുടെ നാട്ടിലൊക്കെ നേന്ത്രക്കായ ഇടാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ഒരു നേന്ത്രക്ക കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, പക്ഷെ ഞാൻ ഇടുന്നുണ്ട്. ഞാനിത് നല്ലപോലെ തിളയ്ക്കുന്നവരെ കൈ എടുക്കാതെ മിക്സ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അടുക്കി പിടിക്കുമായിരിക്കും. ഇതിനി ഇവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഉണ്ടായിരുന്ന ശർക്കരയും അരിപ്പൊടിയും നല്ലപോലെ മിക്സായി അതിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നാളികേരത്തിന്റെ 1ാം പാലിട്ട് മിക്സ് ആക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നാളികേരത്തിന്റെ 1ാം പാലിടാം. അതുകൂടാതെ ഓശാനയുടെ കുരുത്തോല 2-3 എണ്ണം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാം. ഇവിടെ നമ്മുടെ അപ്പം ആയിട്ടുണ്ട്. ഞാൻ സിമ്മിലിട്ട് 15 മിനിറ്റ് ഇതിനെ വേവിച്ചെടുത്തിട്ടുണ്ട്. കുത്തി നോക്കി ഇതെല്ലാം നല്ലതായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. അങ്ങനെ നമ്മുടെ പെസക അപ്പവും പാലും റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും പിന്നെയും പെസക ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക. നന്ദി, നമസ്കാരം.